നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നോമ്പൊക്കെ ഇരിക്കുന്നവരുടെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഗ്ലൂട്ടോത്തിയോണിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലൂട്ടോത്തിയോൺ എന്നുള്ളത് ആൾക്കാർക്കിടയിലേക്ക്. അപ്പം മെയിനായിട്ട് ഗ്ലൂട്ടോത്തിയോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂട്ടോത്തിയോൺ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ പല രീതിയിൽ മാർക്കറ്റുകളിൽ ഗ്ലൂട്ടോത്തിയോണിൻ്റെ ഇത് അവൈലബിൾ ആണ്. അതിൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ രീതിയിലുണ്ട്, അതേപോലെ തന്നെ അഫോവേറ്റീവ് ടാബ്ലറ്റ്സ് ഉണ്ട്. അഫോവേറ്റീവ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോയി ഇങ്ങനെ പതുപോലെ പൊങ്ങി വന്നിട്ട് അലിഞ്ഞു പോയി അത് കുടിക്കുന്നത് ആ ഒരു ടാബ്ലറ്റ്. ഞാൻ അതിൻ്റെ ഓൾറെഡി ഞാനൊരു റിവ്യൂ മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ഭയങ്കര കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും ഇതുവരെയ്ക്കും ഒരു സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും. അപ്പോൾ പിന്നെ നമുക്ക് നിരന്തരമായിട്ട് ഇതിങ്ങനെ വാങ്ങി കഴിക്കുക എന്ന് പറയുന്നതും കുറച്ച് എക്സ്പെൻസീവ് സൈഡിലേക്ക് പോണ ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടോത്തിയോൺ. നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് ഡെയിലി നമുക്ക് കുടിക്കാം എന്നുള്ളൊരു സംഭവം. അതും ഇങ്ങനെ നമ്മുടെ നാച്ചുറൽ ഈ വെള്ളത്തിലിടുമ്പം ഈ അഫോവേറ്റീവ് ടാബ്ലറ്റ് കണക്ക് തന്നെ ഇങ്ങനെ അലിഞ്ഞു വരുന്ന രീതിയിലൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്തുകൂടാ. കാരണം ഞാൻ തന്നെ ഓൾറെഡി ഒരു നാച്ചുറൽ ഗ്ലൂട്ടോത്തിയോൺ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിൽ കുതിർത്ത് രാവിലെ കുടിക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനത് മിക്ക ദിവസവും കുടിക്കാറുണ്ട്. ഓൾറെഡി അത് നല്ല എഫക്റ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ, അതായത് ഈ നാച്ചുറൽ ഗ്ലൂട്ടോത്തിയോൺ എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത്രയും വൈറലായിരിക്കുന്ന പലരും ചെയ്തിട്ടുള്ളത് നോക്കിയപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ABC ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ABC ജ്യൂസ് എന്ന് പറയുന്നത് A for ആപ്പിൾ ആണ്, B for ബീറ്റ്റൂട്ട് ആണ്, C for ക്യാരറ്റ് ആണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ സ്കിൻ ഒരു ഗ്ലോ ആവാനും നല്ല രീതിയിൽ ഒരു കളർ വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ഈ ABC ജ്യൂസ് ഞാൻ ഡെയിലി കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഡെയിലി അല്ല, ആക്ച്വലി ഒരു 2-3 ദിവസമൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. അത്യാവശ്യം ശരിയാണ്, നമുക്ക് തന്നെ നമ്മുടെ കളറൊന്ന് ഒരു ലൈറ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഇന്നർ ഗ്ലോ വരുന്ന പോലെയൊക്കെ ഒരു ഫീൽ നമുക്ക് ഓൾറെഡി അതിലുണ്ടാവും. അത് കുടിക്കുന്നവർക്കറിയാം. അതിപ്പോൾ ഈ ഒരു സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഓവറോൾ ഹെൽത്തിനും നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വളരെ കുറച്ച് കാലത്തെ കുടിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ അത് നിർത്തിയിട്ട്, കാരണം എന്നും ഇതിങ്ങനെ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് മെനക്കേടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തിയിട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ കരുതി ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഗ്ലൂട്ടോത്തിയോൺ, നാച്ചുറൽ ഗ്ലൂട്ടോത്തിയോൺ ആയിട്ട് ഇവർ കാണിച്ചിരിക്കുന്ന സംഭവത്തിൽ എല്ലാം ഉണ്ട്. അതായത് ഇവർ കാണിക്കുന്നതിൽ ഓറഞ്ച് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഓറഞ്ചില്ല കേട്ടോ, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ആപ്പിളുണ്ട്. ആപ്പിളിന് ഒരു ഓറഞ്ച് എന്നായി പോയി കേട്ടോ, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ABC ജ്യൂസ് എന്നുള്ളതായി. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇഞ്ചി കുറച്ച് ഇവർ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ദഹനത്തിനും ഒരു നാച്ചുറൽ ബോഡി ഡീറ്റോക്സിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഇഞ്ചി എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ട് ഞാൻ ഇവരിലൊന്നും കാണാത്തത്, അതായത് ഇവർ ABC ജ്യൂസ് പോലെ ചിലർ ഓറഞ്ച് വെച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഓറഞ്ചിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓറഞ്ച് എന്ന് പറയുന്ന വൈറ്റമിൻ C ആണ്. അപ്പം നമ്മൾ എത്രത്തോളം ഇതിങ്ങനെ ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ കുടിക്കുന്നതായിരിക്കും. അതിൻ്റെ ആ ഒരു വൈറ്റമിൻ ഒന്നും ആ കണ്ടൻറ്റ് നഷ്ടമാവാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് ജ്യൂസ് അടിച്ച് അപ്പം തന്നെ കുടിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിതിൽ ഓറഞ്ച് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ബീട്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു ഇഞ്ചി ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ദഹനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലുള്ളൊരു സംഭവമാണ്, ഞാൻ നെല്ലിക്ക ആഡ് ചെയ്തിട്ടുണ്ട്. നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഒരു നെല്ലിക്ക ഗേൾസ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. നമ്മൾ ഓവറോൾ നമ്മുടെ എല്ലാത്തിനും നല്ലതാണ്. അതായത് മുടി വളരാനാണെങ്കിലും നെയിൽസിനാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ നെല്ലിക്ക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ടുള്ള തോന്നിയ കാര്യമാണ് നമ്മുടെ ഈ ഉണക്കമുന്തിരിങ്ങ, അതായത് കറുത്ത ഉണക്കമുന്തിരിങ്ങ രാവിലെ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ
ഇതിൽ ഞാൻ അതും ആഡ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റായിട്ട് ഒരു മധുരവും കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മധുരവും കിട്ടും. അതേപോലെ തന്നെ നാച്ചുറൽ ഗ്ലൂട്ടോത്തിയോണിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉണക്കമുന്തിരിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ അളവ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം പോയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ടോ. അപ്പം നമ്മുടെ ഡ്രിങ്കിനായിട്ട് വേണ്ട ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. കുറച്ച് ക്യാരറ്റ് വേണം, പിന്നെ ഒരു 7 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്, 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി അളവിന് കറുത്ത ഉണക്ക മുന്തിരിങ്ങയാണ് കേട്ടോ. കറുപ്പ് തന്നെ എടുക്കണം, കുരുവില്ലാത്ത നോക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഉണക്ക മുന്തിരിങ്ങ നല്ലതായിട്ട് കഴുകുക, ബാക്കിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ബീറ്റ്റൂട്ട് ചെറുതേ പാടുള്ളൂ, ബീറ്റ്റൂട്ട് കൂടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും എല്ലാം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഈ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഒരേ രീതിയിൽ അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് ഈ മിക്സിയുടെ ഒരു സംഭവം പോലെ തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളമായി പോവും. നമുക്കതെല്ലാം വേണ്ട, നമ്മൾ ഓൾറെഡി ഇത് വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കുക, നല്ല രീതിയിൽ അരച്ചെടുക്കുക. നിങ്ങളിതിപ്പോൾ പിഴിഞ്ഞെടുക്കുന്നില്ലെങ്കിൽ, ഞാനിവിടെ പിഴിയുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഒരു ഐസ് ക്യൂബ് ട്രേയിലാക്കി വെക്കുകയാണ്. നിങ്ങൾ പിഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ തന്നെ ഐസ് ക്യൂബ് ട്രേയിലാക്കുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ, കുറച്ച് സമയം എടുത്തിട്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ട്രേയിലാക്കി വെക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് ട്രേയിലാക്കാനായിട്ട്, കാരണം കട്ടിക്ക് ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് വെള്ളം പോലെയല്ല, ഇത്തിരി സമയം എടുക്കും ഈ രീതിയിലൊന്ന് ട്രേയിലാക്കാനായിട്ട്. എന്നിട്ട് ട്രേയിലാക്കിയിട്ട് നമുക്ക് ഇത് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി, അതിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ട, കേടായി പോകും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളിപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുല്ലോ. അപ്പം നമ്മളിത് ഒരു ദിവസം ഒരു ഓവർനൈറ്റ് ആണ് ഞാൻ വെച്ചത്. ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. കാരണം ഇത് ഐസ് ക്യൂബ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ചെയ്തത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇത് എന്തായാലും മെനക്കെട്ട് ചെയ്യുന്നല്ലോ, കുടിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ളത് ചെയ്ത് വെക്കുക, അതിൽ കൂടുതൽ അങ്ങോട്ട് വെക്കണ്ട. ഒരു പൊട്ട ടേസ്റ്റ് ആവും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് കുടിക്കുന്നത് എന്തെന്ന് കണ്ടിട്ട് വരാവേ. എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് ചെറു ചൂട് വെള്ളം എടുക്കുക, അതിലേക്ക് 2 ക്യൂബാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. വളരെ ചെറിയ മറ്റേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യൂബിലൊക്കെയാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ ഒരു 2-3 ക്യൂബ് എടുക്കാം. ഇത് അത്യാവശ്യം വലുതായിട്ട് 2 ക്യൂബ് ഇടുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് അലിയും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ വെറും വയറ്റിലാണ് കേട്ടോ കുടിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ സെറ്റാണ് കേട്ടോ. നമുക്കിത് കുടിച്ചു നോക്കാം. നമ്മൾ ഈ ഒരു അഫോവേറ്റീവ് ടാബ്ലറ്റിൽ ഞാൻ കാണിച്ചില്ലേ, അതേ സെയിം കളർ വരുന്നുണ്ട്. കാരണം അത് ബീട്രൂട്ട് കൂടുതൽ ചേർത്തുകൊണ്ടാണ്, ബീട്രൂട്ട് കൂടുതലല്ലേ, ബീട്രൂട്ട് ചേർത്തുകൊണ്ടാണ് കേട്ടോ. നമുക്കിത് കുടിച്ചു നോക്കാവേ. ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ. എവിടെയോ ഏതിൻ്റെയൊക്കെയോ ടേസ്റ്റ് പോകുന്നുണ്ട്. നെല്ലിക്കയുടെ ടേസ്റ്റ് ചെറുതായിട്ട് അറിയുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല ഇത് കുടിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി, ഞാൻ ഇത് അരച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് ഒന്നും നമുക്ക് ഇതിൽ നിന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അരയ്ക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ച് യൂസ് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും കടിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ടാണല്ലോ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കടിക്കുന്നില്ല. നമുക്കിത് ഈസി ആയിട്ട് കുടിക്കാവുന്നേ ഉള്ളൂ. ഇഞ്ചി ഒരു ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും അറിയുന്നേ ഇല്ല കേട്ടോ. സംഭവം പിന്നെ നല്ലതാണ്, ഇത്രയും സാധനങ്ങൾ ചേരുന്നതല്ലേ. ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഒന്നുമില്ലാത്തതിലും ഭേദമാണല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ള് കുടിക്കട്ടെ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. ഡെയിലി രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ ഇത് കുടിക്കേണ്ടത്. ചെറു ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ക്യൂബ്സ് ഇടുക. കാരണം വളരെ ചെറിയ ക്യൂബുകളല്ലേ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു 2 ക്യൂബ് ഇടുക. എന്നിട്ട് ഇത് അലിയുമ്പോൾ കുടിക്കുക കേട്ടോ. കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിതിൽ കുറച്ച് ഈ ഒരു ഉണക്കമുന്തിരിങ്ങ ചേർത്തുകൊണ്ട് ലൈറ്റായിട്ടൊരു മധുരം വരുന്നുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മൾ എന്തൊക്കെ ഈ പുറത്തൂടെ ചെയ്താലും നമ്മൾ ഉള്ളിലൂടെ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായിരിക്കും നമ്മുടെ ആ ഒരു കളറും കാര്യങ്ങളും ഒക്കെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ബോഡി ഒരു കളറ് കൂട്ടാനും ഹെൽത്തിനും ഒക്കെ നല്ലതായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ നെല്ലിക്കയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ നെയിൽസിനും ഹെയർസിനും
ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ ദിവസം ഈ അടിച്ചിങ്ങനെ ഐസ് ക്യൂബ് ആക്കി വെക്കേണ്ട ഒരു പാടേ ഉള്ളൂ. നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ഇത് കുടിക്കാം. വീട്ടിലുള്ള എല്ലാവർക്കും ഇത് വേണമെങ്കിൽ കുടിക്കാം. കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റി മാത്രം വളരെ കുറച്ച് യൂസ് ചെയ്യുക. കാരണം ബീട്രൂട്ട് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് മാത്രം വളരെ ചെറിയ ഒരെണ്ണം എടുക്കുക. കാരണം ഭയങ്കര കളർ തരുന്നെന്നും പറഞ്ഞിട്ട് ബീട്രൂട്ട് തോനെയൊന്നും ഇട്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൈന്യൂട്ട് കാര്യങ്ങളും എടുത്ത് പറയുന്നത് ഒരു മിസ്റ്റേക്കും പറ്റരുത്. കാരണം നമ്മുടെ ഹെൽത്തും നമ്മുടെ സ്കിന്നും ഒക്കെ നമ്മൾ അത്രയും കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് മൈന്യൂട്ട് കാര്യങ്ങൾ പോലും എടുത്ത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഇതേ അവസാനം എത്തുമ്പോൾ ഇതിൻ്റെ നാരുകളൊക്കെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് അടിയിൽ കിടക്കും കേട്ടോ. അത് കുടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. വലിച്ചു കുടിക്കരുത്. രാവിലെയൊക്കെ നമുക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. അതുകൊണ്ട് പയ്യെ കുടിക്കേട്ടോ. അത് ഇതേ കണ്ടോ, ഇതിൻ്റെ നാരൊക്കെയാണ് കേട്ടോ. അയ്യോ, ലാസ്റ്റത്തെ ഇറക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെയും അതിൻ്റെയൊക്കെ ആ ഒരു ഫൈബർ ഉള്ള ആ ഒരു സംഭവം ഒന്ന് കിടക്കുന്നുണ്ട്. കുടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ലാസ്റ്റ് കുടിക്കുമ്പം ശ്രദ്ധിച്ച് കുടിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. രാവിലെ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വിയർത്ത് കുളിക്കുകയാണ്, നല്ല ചൂടാണ്, ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ബൈ.